നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിന്റെ അമ്മയാണ്. അമ്മയോട് പറയാത്ത ഒരു രഹസ്യവും മക്കളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. നീ കരയുന്നതിന്റെ കാരണം എനിക്കറിയണം. അത് അമ്മയുടെ അവകാശമാണ്. ഞാൻ പറയാമേ, ഇനിയെങ്കിലും ഞാനതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ സ്നേഹിച്ചതും താലി കെട്ടിയതും ചേർത്ത് പിടിച്ചതൊക്കെ ഒരു പെണ്ണിനെയാ, ഒരേ ഒരു പെണ്ണിനെ. അച്ഛൻ്റെ ഈ നിൽക്കുന്ന മകൾ രാധികയെ. എന്താ പെട്ടെന്ന് മോളുടെ പാട്ട് നിന്ന്? രാധിക, മോളിങ്ങോട്ട് വരൂ. ഈ കണ്ടീഷനിൽ ക്ലാസ് എടുക്കണ്ട. എന്റെ കൂടെ വാ. മക്കള് പ്രാക്ടീസ് ചെയ്തോളൂ, ടീച്ചർ ഇപ്പൊ വരും. എന്ത് പറ്റി മോളെ? എന്താ നിനക്ക്? എന്ത് പറ്റി? ഈ ലോകം നിന്നെ തിരിച്ചറിയുന്ന വലിയ ഒരു നിമിഷം നിന്റെ മുന്നിൽ എത്തിയല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അത്രയൊക്കെ നേടിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ എന്താ സങ്കടം? ആ നേട്ടം തന്നെ എന്റെ സങ്കടം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മാഡം. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചാലും ഇല്ലെങ്കിലും എന്നെ തേടി ഒരു ദുരന്തം എത്തും. ദുരന്തമോ? എന്ത് ദുരന്തം? മോളെ രാധിക, നിന്റെ മനസ്സിലെ പേടി എന്തായാലും അത് നീ തുറന്നു പറ. അതിനൊരു പരിഹാരം കാണാതെ നീ ഇങ്ങനെ കരഞ്ഞു നടക്കണ്ട. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത പ്രശ്നങ്ങളാ. എത്ര നാളായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിന് ഞാൻ കാവൽ നിൽക്കുമെന്നറിയാം. എന്റെ മനസ്സിൽ തോന്നിയ എന്തൊക്കെ കാര്യങ്ങൾ അടച്ചു വെച്ച് ഇല്ലാണ്ടാക്കി ഞാൻ സഹിച്ചിട്ടുണ്ടെന്നറിയോ? എന്നിട്ടും ഞാൻ നിന്റെ അമ്മയാണ്. അമ്മയോട് പറയാത്ത ഒരു രഹസ്യവും മക്കളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. നീ കരയുന്നതിന്റെ കാരണം എനിക്കറിയണം. അത് അമ്മയുടെ അവകാശമാണ്. ഞാൻ പറയാമേ, ഇനിയെങ്കിലും ഞാനതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടോ, തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. കണിമംഗലം പരമേശ്വരൻ എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഞാൻ കേട്ടിട്ടില്ല. രാജപാരമ്പര്യം ഉള്ളവരാ, കോടീശ്വരന്മാരാ. കണിമംഗലം പരമേശ്വരന്റെ ഇളയ മോനാ വരുൺ. വിദേശത്താ പഠിച്ചിരുന്നത്, ഇപ്പൊ നാട്ടിലുണ്ട്. നിന്നെ എവിടെയൊക്കെ വെച്ചു കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ആലോചന വന്നത്. ഇത് ഒരു പ്രേമലേഖനം. ഓ, പിന്നെ നീയല്ലേ പ്രേമലേഖനം എഴുതാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ സത്യോ?
ഇന്ന് എനിക്കൊരു പ്രേമലേഖനം കിട്ടി. സുന്ദരമായൊരു പ്രേമലേഖനം. അതിന് മറുപടി വേണോന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിനക്കാരാ പ്രേമലേഖനം തന്നെ? വരുൺ. ആര്? നിന്നെ പെണ്ണന്വേഷിച്ചു വന്നാണോ? അതെ, അവൻ തന്നെ. നിങ്ങൾ തമ്മിൽ കണ്ടോ? കണ്ടില്ല. അല്ല, ഞാൻ തന്ന കത്ത് വായിച്ചോ? എഴുതിയതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, എല്ലാം കത്തിലുണ്ടാവുമല്ലേ? മോളെ, ഞാൻ അച്ഛനും അമ്മയും വിളിക്കും, ഞാൻ മുത്തശ്ശിയും വിളിക്കും. അവർക്ക് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ആരെയും വിളിച്ചു കൂട്ടണ്ട. ഞാൻ തന്നെ മണ്ഡപത്തിലേക്ക് ചെന്നോളാം. അവിടെ കയറി നിന്ന് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് വിളിച്ചു പറയാം. ചെല്ലട്ടെ. പ്രിയങ്ക, സിനിമയുടെ പൂജയും നടക്കണം, കല്യാണവും നടക്കണം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോന്നാ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ആഭരണങ്ങളും വേഷമൊക്കെ അണിഞ്ഞ് ചേച്ചി മണ്ഡപത്തിൽ ഇരിക്കണം. നീ ആരാ? നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്ന്? ഞാൻ ആരെന്നോ? ഞാൻ പ്രിയങ്ക. വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. നീ പ്രിയങ്ക ഒന്നുമല്ല. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്റെ പ്രിയങ്ക അല്ലാന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെ അല്ല. ഞാൻ താലി കിട്ടിയത് നിന്നെ അല്ല. നീ ഒന്ന് പുറത്തു പോ. താലി കിട്ടിയത് എന്നെ തന്നെയാ. കണിമംഗലത്തുകാര് വന്ന് കണ്ടതും വിവാഹം ഉറപ്പിച്ചതും എന്നെ തന്നെയാ. പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. സിനിമയിൽ നായികയായി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അഗ്രിമെന്റാ ഞങ്ങൾ തമ്മിൽ. എന്തൊക്കെയാ പറയുന്നേ? സത്യം. എന്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. അത്യാവശ്യമായിട്ടുള്ള ഒരാള് അകത്തേക്കും വരുന്നു. ആ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലായോ? ആ അത്യാവശ്യത്തിന്റെ പേരാണ് രാധിക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.